ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാനിതാ ഇപ്പം നിൽക്കുന്നത് ഹരിദ്വാറിലാണ്. ഇപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹരിദ്വാറിലെ കുറേ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. കാഴ്ചകൾ മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഗ ആരതിയൊക്കെ നമ്മൾ കാണും വൈകുന്നേരം പോയിട്ട്. അതിന് മുന്നേ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട്. പലർക്കും അറിയണ്ടാവും. നിങ്ങൾ കേദാർനാഥിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഹരിദ്വാറിൽ വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ആ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ക്ഷേത്രങ്ങളുണ്ട്, ഇവിടുത്തെ ഗംഗാ ഘട്ടുകളുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ ഹരിദ്വാറിൽ കാണാനുണ്ട്. ഒരു സ്പിരിച്വൽ ടൂറിസത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരമാണ്. കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ദേവപ്രയാഗിൽ ഉണ്ടായിരുന്ന അത്ര തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നൊരു ടൈമാണ്. ഇവിടെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിവിടുന്ന് ഒരു ഊബർ ബൈക്ക് ബുക്ക് ചെയ്തു. നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പം എല്ലാ സ്ഥലങ്ങളിലും, ഞാനിപ്പോൾ യാത്ര ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഊബർ, ഓല പോലെയുള്ള ഓൺലൈൻ സർവീസുകൾ കിട്ടാനുണ്ട്. അതിൽ തന്നെ നമുക്ക് ബൈക്ക് ടാക്സി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരാളൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള ഷെയർ ടാക്സികളോ ഓട്ടോകളൊക്കെ എടുക്കുമ്പം നല്ല എമൗണ്ട് വരും. പക്ഷേ ഇതേപോലെയുള്ള ബൈക്ക് ടാക്സികളാകുമ്പം ചെറിയ എമൗണ്ടിന്, അതായത് നമുക്ക് ഓട്ടോന് കൊടുക്കുന്നതിന് പകുതി പൈസയ്ക്ക് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്താൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുത്തെ ഓട്ടോക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോടും എറണാകുളത്തൊക്കെ ഇത് വന്നപ്പം ആളുകൾ വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിട്ട്, കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തിനാ 3 പേർക്ക് യാത്ര ചെയ്യേണ്ട ഓട്ടോ പിടിക്കേണ്ട ആവശ്യം, 5 പേർക്ക് യാത്ര ചെയ്യേണ്ട കാറ് പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം നല്ലൊരു ഓപ്ഷനാണത്. നമ്മളെ നാട്ടിൽ ഇതൊക്കെ വരുമായിരിക്കും. നമ്മൾ വലിയ വിദ്യാസമ്പന്നനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതൊക്കെ വലിയൊരു മാറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കും. നമുക്കിപ്പം കൊച്ചിയിലെത്തുന്ന ഒരാൾക്ക് ഒരു ബൈക്ക് ടാക്സി കിട്ടുവാണെങ്കിൽ അയാൾ പല സ്ഥലങ്ങളും കണ്ടുപോയിരിക്കും. പക്ഷെ അതിന് പകരം ഇതേപോലെ ഓട്ടോ എടുത്തിട്ട് വലിയ എമൗണ്ട് അവർ പറയുകയും കൂടി ചെയ്യുമ്പം അത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്തായാലും അങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇങ്ങോട്ട് വന്ന ഭാഗത്തുനിന്ന് നേരെ പോവായിരുന്നെങ്കിൽ, ഈ റോഡല്ല, കുറച്ച് മുന്നേ ഉള്ള അവിടെ നിന്ന് നേരെ പോവായിരുന്നെങ്കിൽ അത് ഘാട്ടുകളിലോട്ടൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം സാധാരണ നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങൾ പോലെയല്ല. വലിയൊരു തൃശ്ശൂലം കണ്ടോ ഇവിടെ അവർ, നമ്മുടെ വലിയ ഹൈമാസ് ലൈറ്റിൻ്റെ വലുപ്പത്തിലാണത്. പിന്നെ അവിടെ എന്തോ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, എനിക്കത് ഇവിടുന്ന് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതെന്താന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗംഗാ നദിയാണ് താഴെ കൂടി ഒഴുകുന്നത്. ഇപ്പം പൊതുവേ നോക്കുന്ന സമയത്ത് വെള്ളം കുറവാണ്. ഇനിയിപ്പം മഴക്കാലമൊക്കെ വരുമ്പോഴാണ്, അതായത് ഇവിടുത്തെ മഴക്കാലമൊക്കെ വരുമ്പോഴാണ് നല്ല രീതിയിൽ ഇവിടെ വെള്ളം കൂടുന്നത്. പക്ഷേ ഈ സമയത്ത് പോലും, ഇപ്പോൾ ശരിക്കും ഇവിടെ ഓഫ് സീസണാണ്, പക്ഷേ ഈ സമയത്ത് പോലും നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പം നല്ല തിരക്കൊക്കെ ഉള്ള നോർമലി ഉള്ള ടൈമിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മളിപ്പം അവിടുന്ന് ആ ഒരു ചെറിയ റോഡൊക്കെ കയറി ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം ഡെറാഡൂൺ 51 കിലോമീറ്റർ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതൊക്കെ ഈ കുംഭമേളകളൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ വലുതായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗ്രൗണ്ടുകളാണ് ഈ 2 ഭാഗങ്ങളൊക്കെ കാണുന്നത്. കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹരിദ്വാർ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് കുംഭമേളയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പിരിച്വൽ ജേണിയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. വാരണാസി പോലെ തന്നെ അതിപ്രധാനമായൊരു സ്ഥലം കൂടിയാണ് ഹരിദ്വാർ. നമ്മുടെ ഗംഗാനദി വാരണാസിയിലോട്ടൊക്കെ ഒഴുകിയെത്തുന്നതിൻ്റെ മുന്നേ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ദേവപ്രയാഗ്, അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണണം. ഗംഗാനദിയായിട്ട് ആരംഭിക്കുന്നത് ദേവപ്രയാഗിൽ നിന്നാണ്. അതായത് അളകനന്ദിയായിട്ടും ഭാഗീരഥിയായിട്ടും ഒഴുകി വരുന്ന ഗംഗാനദി അവിടെ വെച്ച് കൂടിച്ചേർന്നിട്ടാണ് ഗംഗ എന്നുള്ള പേരിൽ ഒഴുകി തുടങ്ങുന്നത്. അപ്പോൾ ആ ദേവപ്രയാഗിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമ്മൾ ഡെറാഡൂണിലുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ യാത്ര ചെയ്തിട്ടാണ് അവസാനം ഇങ്ങോട്ട് ഹരിദ്വാറിലോട്ട് നമ്മൾ എത്തിയത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ അതിൻ്റേതായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കണ്ടോ, ഈ കാണുന്ന ഗ്രൗണ്ടുകളൊക്കെ ഇതേപോലെ കുംഭമേള പോലെയുള്ള വലിയ വലിയ ആഘോഷങ്ങൾക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുമ്പം അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വേറെ ഒരു നിർമ്മാണ പ്രവർത്തികളൊന്നും ഇല്ലാതെ ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പം അത്ര തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ കച്ചവടത്തിനും മറ്റും വരുന്ന ആളുകൾ, അതായത് ഇതേപോലെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കാറുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ കാണുന്ന ടെൻറ്റുകൾ ഇവിടെ കച്ചവടത്തിനായിട്ടും മറ്റും ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് അവരുടെ ഓരോ സ്ഥലങ്ങളിലും മാറി മാറിയാണ് അവർ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ആളുകളാണ് ഇവിടെയൊക്കെ നിങ്ങൾ ഈ കാണുന്ന ചെറിയ ചെറിയ ഷെഡുകളിലും ടെൻറ്റുകളിലൊക്കെ താമസിക്കുന്നത്.
ഈ കാണുന്നതൊക്കെ ഓരോ ഗംഗാ ഘട്ടുകളാണ്. ഇവിടുത്തെ ഗംഗാ നദിയാണ് ഈ ഒഴുകുന്നത്. ഇവിടെ ഓരോ ഭാഗങ്ങളിലായിട്ട് ആളുകൾക്ക് ഗംഗാ വന്ദനം ചെയ്യാനും ഗംഗയിൽ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ ഘട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഗംഗാ നദിയുടെ തീരത്തോടു കൂടി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ഭാഗത്തോട്ട് കയറി വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ഇവിടെയൊക്കെ കണ്ടോ, അതൊക്കെ ഗംഗ ആരതി നടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ വാരണാസിയിൽ നടക്കുന്ന ഗംഗാ ആരതി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹരിദ്വാറിൽ നടക്കുന്ന ഗംഗാ ആരതി. ഇഷ്ടംപോലെ ആളുകൾ അത് കാണാൻ ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മൾ അതെന്തായാലും കാണും. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. അത് കൂടുതൽ ലെങ്ത്ത് കൂടി പോവുകയാണെങ്കിൽ അത് അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകൾ കാണുന്നതിനനുസരിച്ച് ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോയാൽ അത് ആളുകൾക്ക് മടുപ്പായിരിക്കും. അപ്പോൾ നമ്മളിതാ ഗംഗയുടെ തീരത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10 കിലോമീറ്ററിൻ്റെ മുകളിൽ യാത്ര ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഈ പോകുന്ന ക്ഷേത്രത്തിലോട്ട്. ഹരിദ്വാറിലെ തിരക്കേറിയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട മഠങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇഷ്ടംപോലെ മഠങ്ങളുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുള്ള മഠങ്ങളുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന മഠങ്ങൾ ഏറ്റവും കൂടുതൽ ഹരിദ്വാറിൽ കാണപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ കാണുന്നത് മുഴുവൻ വിവിധ മഠങ്ങളാണ്. വിവിധ ആരാധനാക്രമങ്ങളും വിവിധ രീതികളൊക്കെ പിന്തുടരുന്ന ആളുകളുടെ മഠങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്യാസികളെയൊക്കെ നമ്മൾ ഹരിദ്വാറിൽ കാണുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ മഠങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പോകാനുള്ള ആ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ ഒരു 10 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് കാണാൻ വന്നിട്ടുള്ള ക്ഷേത്രം. ഇതാണ് ഭാരത് മാതാ മന്ദിർ. അതായത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭാരത് മാതയാണ്. നമ്മുടെ രാജ്യത്തിനെ ഒരമ്മയായിട്ട് സങ്കല്പിക്കുകയും ആ അമ്മ ഒരു ദേവിയായിട്ട് സങ്കല്പിക്കുകയും ആ ദേവിക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നിങ്ങൾ ഉത്തരാഖണ്ഡിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും കാണേണ്ട ഒരു ക്ഷേത്രമാണ്. അതായത് നമ്മുടെ നാടാണ് നമ്മുടെ ദേവി എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടുപോകും. അതിൽ നമ്മുടെ ജീവിക്കുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് പാർപ്പിടം തരുന്ന, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തരുന്ന നമ്മളെ നാടിനെയാണ് നമ്മളിവിടെ ദേവിയായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പമാണ് നമുക്കിവിടെ വരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള നമ്മുടെ ധീരദേശാഭിമാനികളുടെ ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ രാജ്യം ഒരു അമ്മയാണ് എന്നുള്ളത്. ആ അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പോരാടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടത് അമ്മ രാജ്യമാണ് എന്നുള്ള സങ്കല്പമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ വന്നവരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ദിരാഗാന്ധി ഉണ്ട് അതിൽ. അതുപോലെ തന്നെ നമ്മുടെ പഴയ പ്രസിഡൻ്റായിട്ടുള്ള പ്രണബ് മുഖർജി ഉണ്ട്. ഒരുപാട് പ്രശസ്തരായ ആളുകൾ വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഭാരത് മാതയാണ്. നമ്മുടെ ത്രിവർണ്ണ പതാക 2 ഭാഗങ്ങളും വെച്ചിട്ടുണ്ട്. ആ ത്രിവർണ്ണ പതാകയ്ക്ക് നടുവിലായിട്ട് ആ ഒരു ദേവീനെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കൊടുത്തത്. വായിക്കേണ്ടവർക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് അത് വായിക്കാം. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ശ്രീകോവിൽ അവർ അലങ്കരിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നേരത്തെ നമ്മൾ ഇന്ദിരാഗാന്ധിനെ കണ്ടു. ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി, ഇത് നമ്മുടെ മറ്റൊരു പ്രധാനമന്ത്രിയായിട്ടുള്ള ഗെയിൻ സിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ആളുകളുടെയൊക്കെ ഫോട്ടോസാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ട്രസ്റ്റിൻ്റെ ബോർഡ് അംഗങ്ങളൊക്കെ ആയിരിക്കും അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രം ആരാണ് നടത്തുന്നതെന്നുള്ളതിനെ പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് 5 നിലകളായിട്ടാണ്. ഓരോ നിലകളിലും ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള ധീരദേശാഭിമാനികളെയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തരെയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഞാനിങ്ങനെ ഓരോരുത്തരെ എടുത്ത് കാണിക്കും, നല്ല സമയം വേണം. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങൾക്ക് സ്പീഡിലായിട്ട് ഓരോരുത്തരെയും കാണിച്ചു തരാം. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതി. കാരണം ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ കാര്യത്തിന് നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പീഡിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധീരദേശാഭിമാനികളുടെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാച്ചുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റും. ഞാൻ പെട്ടെന്ന് തന്നെ അത് കാണിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത നിലയിലോട്ട് പോവാം. അവിടെയും ഇതേപോലെ തന്നെ
മറ്റൊരു പ്രാധാന്യത്തിലുള്ള ആളുകളെയായിരിക്കും അവരോട് വെച്ചിട്ടുണ്ടാവുക. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിലയിൽ ആരൊക്കെയാണുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് മാതൃമന്ദിരമാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള അമ്മമാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പ്രധാനപ്പെട്ട തൻ്റെ ജീവനും ജീവിതത്തിനേക്കാളും കൂടുതൽ തൻ്റെ രാജ്യം നിലനിൽക്കണം, തൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള അമ്മമാരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ പലരെയും നമുക്കറിയില്ല, അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അറിയേണ്ടതാണ് ഇവരെയൊക്കെ. നമുക്ക് എത്ര പേരെ നമുക്കിതിൽ അറിയാമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ നമ്മൾ അറിയണം. കാരണം നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലോട്ട് വെച്ച് തന്നത് ഇവരുടെയൊക്കെ വലിയ പ്രയത്നങ്ങൾ കൊണ്ടാണ്. സത്യത്തിൽ നമ്മുടെ സൗത്ത് ഭാഗം, അതായത് നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗം, കേരളം, തമിഴ്നാട്, കർണാടകയ്ക്ക് ഉൾപ്പെടുന്ന സൗത്ത് ഭാഗം ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള വിഭജനവും പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്തിന് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആകെ 1-2 പേരുടെ പേരേ അറിയുള്ളൂ. നമ്മുടെയൊക്കെ വിചാരം അവർ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആചാര്യന്മാരുടെ ഇതേപോലെയുള്ള പ്രതിമകളാണ്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരെയാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് കണ്ടു പോകാൻ പറ്റും. ഞാൻ വേഗത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചു പോവുകയാണ്. ഓരോ മേഖലയിൽ പ്രശസ്തരായിരുന്ന നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ തുളസീദാസ്, രാമായണം എഴുതിയിട്ടുള്ള തുളസീദാസാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് പേര്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയാത്തത് നിങ്ങളത് നോക്കി പോട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഒരാളെ പറ്റി പറയുമ്പം ഒരു 2-3 മിനിറ്റ് പറയാനുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോന്ന് കാണിച്ചു പോയാൽ വലിയൊരു വീഡിയോ ആയി പോകും. അപ്പോൾ ഈ ഒരു ക്ഷേത്രം നിങ്ങളെ പരിചയപ്പെടുത്തണം. നിങ്ങൾ ഹരിദ്വാറിൽ ഇനി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ പ്രത്യേകത ഇന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഞാൻ ഉൾപ്പെടുത്തിയത്. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ക്ഷേത്രം, ഒരു വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊന്നും വേറെ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാവിഷ്ണുവിനും പരമശിവനും എല്ലാവർക്കും ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു അമ്മയായി കണ്ടിട്ട് ആ അമ്മയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് വേറെ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഒരു ഭാരത് മാതാ ക്ഷേത്രം വേറെ ഉണ്ടോയെന്ന് സംശയമാണ്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തന്നെ കമൻറ്റിൽ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ആചാര്യന്മാരായിട്ട് കണ്ടുപോവാം. ശ്രീരാമകൃഷ്ണദേവനുണ്ട്, ശാരദാദേവിയാണ്. അങ്ങനെ ഒരുപാട് പേര്, നമുക്ക് അറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ 5 നിലകളിൽ ഓരോ നിലകളിലും ഓരോ രീതിയിലുള്ള ആളുകളെയാണ് അവരിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപോകാൻ പറ്റും, നല്ല രസത്തിൽ കണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ശക്തി മന്ദിറാണ്. ഇവിടെ എന്താണ് വരുന്നതെന്ന് നോക്കട്ടെ. ശക്തി മന്ദിറിൻ്റെ അകത്ത് അതായത് ദേവിയുടെ ഓരോ ഭാവങ്ങളെയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നവരാത്രിയിലൊക്കെ ദേവീനെ ആരാധിക്കുന്നില്ലേ, എങ്ങനെയാണ് ആരാധിക്കുന്നത്? 9 രൂപങ്ങളിലാണല്ലോ. അതേപോലെ ദേവിയുടെ ഓരോ രൂപങ്ങളാണ്. ആ വ്യത്യസ്ത രൂപങ്ങളിൽ ദേവി എങ്ങനെയാണ്, നമ്മൾ ശൈലപുത്രിയായിട്ടൊക്കെ അങ്ങനെ 9 ഭാവങ്ങളിലാണ് നമ്മൾ നവരാത്രിയിൽ ദേവീനെ ആരാധിക്കുന്നത്. ആ ഭാവങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പലർക്കും ആ ഭാവങ്ങളിലുള്ള ദേവീ രൂപങ്ങളെ പറ്റി അറിയില്ല. അപ്പോൾ ഓരോ നവരാത്രിയിലെ ഓരോ ദിവസങ്ങളും നമ്മൾ വ്യത്യസ്ത ഭാവങ്ങൾ ആരാധിക്കുന്ന ദേവീനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. എത്ര ഭംഗിയാണല്ലേ ഓരോന്നും കാണാൻ. ആ ഒരു വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് തന്നെ എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കും. ഓരോ കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ഉടുപ്പിച്ചിട്ടാണ് നമ്മൾ ദേവീനെ കാണുന്നത്. അപ്പോൾ നിങ്ങളിനി ഹരിദ്വാറിൽ വരുമ്പം ഈ ഒരു ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം. ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നിങ്ങൾക്ക്. കാരണം ആ ഒരു ആഗ്രഹത്തിലാണ്, നിങ്ങൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം ഹരിദ്വാറിൽ വന്നപ്പം എവിടെയൊക്കെ പോകണമെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് ഈ ഒരു ക്ഷേത്രം കണ്ടു. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ക്ഷേത്രം കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്കും ഇവിടെ ഒന്ന് കാണാൻ തോന്നി. എന്ത് രസമാണല്ലേ. അപ്പം മറന്നു പോകരുത്, ഭാരത് മാതാ ടെമ്പിൾ ഹരിദ്വാർ. ഇനി ഹരിദ്വാറിൽ നിങ്ങൾ വരുമ്പം മറന്നു പോവാതെ ഒരിക്കലും ഇങ്ങോട്ട് വരിക. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വിഷ്ണു മന്ദിരാണ് കാണുന്നത്. അതായത് മഹാവിഷ്ണുവിനെ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിലൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠയും നമ്മൾ വിളിക്കുന്ന പേരുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്ത രൂപങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മഹാവിഷ്ണുവിൻ്റെ നമ്മുടെ രാജ്യത്ത് ആരാധിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുരി ജഗന്നാഥൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്.
ആ പുരി ജഗന്നാഥൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹങ്ങളിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ, ഇതിപ്പം ശ്രീരാമനാണ്, ഇത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണല്ലോ. അങ്ങനെയുള്ള വ്യത്യസ്ത ഭാവങ്ങളെയും വ്യത്യസ്ത രൂപങ്ങളെയും, ലക്ഷ്മി നാരായണ ടെമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അവിടുത്തെ പ്രതിഷ്ഠയാണിത്. അതായത് അതിൻ്റെ അതേ രൂപത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ആരാധിക്കുന്ന വ്യത്യസ്ത രൂപഭാവങ്ങളെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിലേറ്റവും ഭംഗിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ വേഷങ്ങൾ ഉടുപ്പിച്ചിട്ടുള്ള രീതിയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ മനോഹരമായിട്ടാണ് അവർ ഈ ഒരു ചെറിയ വിഗ്രഹങ്ങളിൽ ഉടുപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയല്ല, എന്ത് ഭംഗിയാണല്ലേ. ഓരോ വസ്ത്രവിധാനങ്ങളും മറ്റേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് ശരിക്കും നമുക്ക് തോന്നുന്നത്. ആ ഒരു ഭംഗി തന്നെ നോക്ക്, എന്ത് രസമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടുത്തെ എന്നല്ല, ഈ നോർത്തിലോട്ടുള്ള പല ക്ഷേത്രങ്ങളുടെയും പ്രത്യേകത ഇതേപോലെയാണ് അവർ ഇവിടുത്തെ വിഗ്രഹങ്ങളെ ഒരുക്കുന്നത്. അതാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ വന്നാൽ ഇങ്ങോട്ടേക്കുള്ളതൊക്കെ കാണാൻ പറ്റും ഈ മനോഹരമായൊരു കാഴ്ച. ഇവിടുന്ന് ഏറ്റവും മുകളിൽ ശിവമന്ദിരാണുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റ് വന്നിരുന്നു. അതായത് ഇവിടെ 5 നിലയല്ല 7 നിലകളാണ്. നമ്മൾ പണ്ട് ഭജിക്കുമ്പോൾ ഒക്കെ പാടാറുണ്ടായിരുന്നില്ലേ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോന്ന്. അതുപോലെ 6 നിലകൾ കണ്ടിട്ടാണ് നമ്മൾ 7ാമത്തെ നിലയിലോട്ട് വരുന്നത്. ഇവിടെയാണ് ശിവമന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് തന്നെ ആയിരിക്കും 6 പടികൾ കടന്ന് ചെല്ലുമ്പോൾ. 6 പടികൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ വെറുതെ വിചാരിക്കുന്ന പോലെ പടികളല്ല, അത് ഓരോ അർത്ഥതലത്തിലാണ് അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഏറ്റവും മുകളിലാണ് ഇവിടുത്തെ ശിവമന്ദിർ വരുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു കൈലാസത്തിൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാതൃകയിൽ, അത്രേ പറയാൻ പറ്റുള്ളൂ. അതായത് മുകളിൽ നമുക്ക് ആ ഒരു മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു കൈലാസത്തിനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ ആ ഒരു ശിവമന്ദിർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നാൽ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാരത് മാതാ മന്ദിറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് നമുക്ക് വന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും, അത്ര സമയം മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അതാണ്. ഈ ഒരു ബിൽഡിങ്ങും നല്ല മനോഹരമായിട്ട് തന്നെയല്ലേ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പോലത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ദിരാഗാന്ധിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതായിരിക്കണം. നമ്മൾ ആ ഒരു ഭാരത് മാതാ മന്ദിരമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. മനോഹരമായൊരു ക്ഷേത്രം, നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം, നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ വന്ന ഹരിദ്വാറിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹരിദ്വാറിൽ ആരതി കാണാനുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വേറെ സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഹരിദ്വാറിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഉണ്ട്, അവിടെയൊക്കെ പോകാനുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് വരുന്ന വീഡിയോസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതൊക്കെ കമൻസിലൊന്ന് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.